ഹലോ ഗൈസ്, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് ഇന്നലെ ഉണ്ടാക്കിയ ഉണക്ക സ്രാവ് മീൻ കറീൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചട്ടി കണ്ടപ്പോൾ അതിൽ ചോറിട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു കൊതിയാവുമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ കഴിക്കാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു ആരും ഉണ്ടാവില്ലായിരിക്കില്ലേ. ആ ഒരു ഉരുള ഒന്ന് കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിക്കണം. അതിൻ്റെ ടേസ്റ്റ് അതൊരു വേറെ ലെവൽ തന്നെയാണല്ലേ. അത് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ മീൻ ചാറുള്ള ചട്ടിയിലേക്ക് കുറച്ച് ചോറിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ചാറെല്ലാം കൂടി മിക്സാക്കി കുഴച്ചെടുത്തു. അതിന് ശേഷം കുറച്ച് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്യാരറ്റും വെണ്ടക്ക, വഴുതനങ്ങ എല്ലാം കൂടി ഇട്ടൊരു മിക്സായിരുന്നു കേട്ടോ. അപ്പോൾ ആ തോരൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഉപ്പിലിട്ടതെടുത്തു. പിന്നെ കുറച്ച് കാന്താരിമുളക് ഉപ്പിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. പിന്നെ മാങ്ങാച്ചാറില്ലാതെ പരിപാടിയില്ലേ, അപ്പോൾ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു, അതും എടുത്ത് ഒരു കഷ്ണം ചിക്കൻ പീസും വെച്ചു. പിന്നെ ഒട്ടും കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പപ്പടവും കൂടി കാച്ചി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. എങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അപാരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ മീൻ ചാറ് മാത്രം മതിയെ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഉണ്ടാക്കിയ കറികളൊക്കെ എല്ലാം കൂടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിനി നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് ഒരു പിടി പിടിക്കണം. അപ്പോൾ ആരും കൊതി വിടരുത് കേട്ടോ. നിങ്ങളാരെയും കൊതിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുകയാണ്. ഇത് എൻ്റെ ഒരു ആഗ്രഹം തോന്നിയപ്പം അങ്ങനെ എടുത്ത് കഴിച്ചതാണ്. അപ്പോൾ ആ മീൻ ചാറിട്ട് കുഴച്ച ചോറും ഉപ്പേരിയും അച്ചാറും എല്ലാം കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ കൂടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അപാര ടേസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിൽ കറി ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.